വെൽക്കം ബാക്ക് ടു ബൈക്കേഴ്സ് യൂണിയൻ കേരള. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം ഒത്തിരി പേരെന്നല്ല, ഒരു 2-3 പേര് എന്നോട് ചോദിച്ച കാര്യമാണ്, മച്ചാൻ്റെ വണ്ടിയും കാര്യങ്ങളും ഏതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ വണ്ടിയും കാര്യങ്ങളും ഒന്ന് കാണിച്ചു തരാം. ഏതാണ് എൻ്റെ വണ്ടി, ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയും കാര്യങ്ങളും, ഞാൻ റൈഡിന് പോകുന്ന വണ്ടിയും കാര്യങ്ങളും ഏതാണ് നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പോണതിന് മുമ്പ് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ മറക്കുക ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ ജസ്റ്റ് എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ മെസ്സേജ് അയക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാം. ഒത്തിരി പേര് പറയുന്നുണ്ട് ഓഡിയോ കാര്യങ്ങൾ ക്ലിയർ അല്ല, അതായത് ക്ലിയർ എന്ന് വെച്ചാൽ മൈക്കിൻ്റെ ഇച്ചിരി കംപ്ലൈൻറ്റും കാര്യങ്ങളാണ്. അത് മൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഓഡിയോയും കാര്യങ്ങളൊക്കെ ക്ലിയറായി നമുക്ക് കേൾക്കാം. പിന്നെയെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അണേബിൾ ചെയ്യുക. അങ്ങനെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന റൈഡ് സംബന്ധിച്ച വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ ബാറിൽ വരും. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. ജസ്റ്റ് ഞാൻ ചെയ്ത മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ നിങ്ങളോട് മുമ്പിൽ ഷെയർ ചെയ്യാം. ഇത് ഫസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഹാൻഡിൽ ബാർ മാറ്റി. കാരണം എന്ന് വെച്ചാൽ മറ്റേ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ ഏതാനും ഇച്ചിരി വൈഡ് കിട്ടില്ല, ഇച്ചിരി ഷോർട്ടായി പോകുന്നത് നമുക്ക് റൈഡിനകത്ത് സ്മൂത്തായിട്ട് കിട്ടില്ല. ഇതാകുമ്പോൾ നല്ല അടിപൊളി ഹാൻഡിലാണ്. അത്യാവശ്യം ഈ ഹാൻഡിലിന് വന്ന റേറ്റ് എന്ന് വെച്ചാൽ ഒരു 450-500 രൂപ വന്നു. ഫിറ്റിംഗ് ചാർജ് 200 രൂപ, അങ്ങനെ ടോട്ടൽ ഒരു 700-800 രൂപ റേഞ്ചിൽ നിന്നു. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫോഗ് ലാമ്പ്, കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡ് ലാമ്പിന് അത്ര വെട്ടം കാര്യങ്ങളില്ല. കാരണം എന്ന് വെച്ചാൽ നൈറ്റൊക്കെ പോവുകയാണെങ്കിൽ തന്നെ അത്ര വെട്ടവും കാര്യങ്ങളും ഹെഡ് ലാമ്പിന് കുറവാണ്. പിന്നെ അതുകൊണ്ടാണ് എക്സ്ട്രാ ഫോഗ് ലാമ്പിന് ഏകദേശം ഒരു 800 രൂപ അടുത്ത് വന്നു. പിന്നെ അതിൻ്റെ സ്വിച്ചാണിത്, ജസ്റ്റ് ഈ കാണുന്നത്. ഇത് 4 ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണത്. പിന്നെയെന്ന് വെച്ചാൽ ക്രാഷ് കാർഡിൻ്റെ കാര്യം മെയിൻ പറഞ്ഞാന്ന് വെച്ചാൽ ഇതിന് ഏകദേശം റേറ്റും കാര്യങ്ങളും പണിയിപ്പിക്കണേ തന്നെ വന്നതെന്ന് വെച്ചാൽ 1000 രൂപയോളം റേറ്റും കാര്യങ്ങളും വന്നു. ഇതിൻ്റെ അതായത് ഈ കമ്പി ഈ കാര്യങ്ങളൊക്കെ, അതായത് ഈ സാധനം എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കമ്പി കട്ട് ചെയ്താണ് വന്നത്. എന്നിട്ട് ഇത് നമ്മൾ ഒരു കടയിൽ ചെന്നിട്ട് അത് ഈ സാധാ ഈ ഗേറ്റും കാര്യങ്ങളൊക്കെ വെൽഡിങ് കടയിൽ ചെന്ന് പറഞ്ഞാൽ മതി. ജസ്റ്റ് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സാധനം സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ട് പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ കമ്പിയും കാര്യങ്ങളും കടയിൽ കൊണ്ട് കാണിച്ചിട്ട് ഇന്ന് ഇങ്ങനെ കവർ ചെയ്യാവുന്നൊരു തകിട് പോലത്തെ സാധനം തരാമെന്ന് ചോദിച്ചു. അവർ കാര്യങ്ങളൊക്കെ തന്നു. അതാണ് ഇത് ഏകദേശം. പക്ഷേ ഇതിനൊരു സീൻ എന്ന് വെച്ചാൽ ഈ വണ്ടിയും കാര്യങ്ങളും സ്കിഡായി മറിഞ്ഞാൽ ഇതിൻ്റെ ചേസ് വളയാൻ 100-101% ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്നൊരു ജസ്റ്റ് ഒരു സാധനം നേരെ ഇങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചേസും കാര്യങ്ങളും വളയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാൽ ചേസും കാര്യങ്ങളും വളയും. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് ഒരെണ്ണം വെക്കണം. ഇങ്ങോട്ട് വെച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് പിന്നെ കിക്കറും കാര്യങ്ങളൊന്നും അടിക്കാൻ പറ്റില്ല. ഇങ്ങനെ വെച്ചാൽ നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ അത് തടസ്സമാവും. അതുകൊണ്ട് ഇത് ഇച്ചിരി കൂടി ഇങ്ങനെ നീട്ടിയിട്ട് ഒരു തകിട് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. അന്നേരം കിക്കറും കാര്യങ്ങളൊന്നും അടിക്കാൻ പറ്റില്ല. അങ്ങനെയൊരു സീൻ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പം ആകെ പെട്ടിരിക്കുകയാണ്. ഈ വണ്ടിക്ക് ഇതായിരിക്കും ബെറ്റർ. അതായത് മറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിനോ ഒന്നും തന്നെ പറ്റില്ല. കാരണം വെച്ചാൽ നല്ല ഇതുണ്ട്. പിന്നെ ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ സൈഡും കാര്യങ്ങളും ഒരു കാർ ഓടിക്കണ പോലെ നോക്കിയെടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇടവഴി ഒന്നും ഇങ്ങനെ കുത്തിക്കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ല. ട്രാഫിക്കിലൊക്കെ നല്ല രീതിയിൽ പാടാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞാൻ ഒത്തിരി തവണ സ്ക്രാച്ച് ആയിട്ടുണ്ടെങ്കിലും ഒത്തിരി തവണ മറിഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതിനൊന്നും ഒന്നും തന്നെ പറ്റിയിട്ടില്ല. അങ്ങനെ മോഡിഫിക്കേഷൻ കാര്യങ്ങൾ ഞാൻ അധികം ചെയ്തിട്ടില്ല. അതായത് ഈ ഹാൻഡിലിൻ്റെ ഈ ലൈറ്റും
ഈ ഇതും തന്നെയാണ് ചെയ്തത്. വേറെ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട വന്നില്ല. പിന്നെയെന്ന് വെച്ചാൽ ഒത്തിരി പേര് ചോദിച്ച കാര്യമാണ് ഇത് ട്യൂബ്ലെസ് വണ്ടിയാണോ ട്യൂബ്ലെസ് അല്ലേന്ന്. അതിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളും ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പറയാം, ഇത് ട്യൂബാണ്, ഇതിൻ്റെ അകത്ത് ട്യൂബും കാര്യങ്ങളും. ഇത് ട്യൂബ്ലെസ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇത് കിട്ടിയപ്പം ഇത് രണ്ടും ട്യൂബായിരുന്നു, അതായത് ഇത് പിന്നെ ട്യൂബ്ലെസ് ആക്കി. കാരണം എന്ന് വെച്ചാൽ ട്യൂബ്ലെസ് ആണ് ഏറ്റവും നല്ലത്. ഈ വണ്ടിക്ക് ട്യൂബ്ലെസ്സും കാര്യങ്ങളും കയറ്റാം. ഇത് ഡിസ്കവറിൻ്റെ ആണെന്ന് എനിക്ക് തോന്നണേ. ഈ സെയിം ഇത് തന്നെയാണ്. നമുക്ക് അത്യാവശ്യം നല്ല ടയറും കാര്യം. ഈ ടയറിന് ഏകദേശം 2000 രൂപയോളം വന്നു. ഈ ടയറിന് അത്യാവശ്യം നല്ല ഗ്രിപ്പും കാര്യങ്ങളും. ട്യൂബ്ലെസ് ആണ്, ഇതുണ്ട് ട്യൂബ്ലെസ് ആണ്. അപ്പോൾ നിങ്ങൾ പരമാവധി ട്യൂബ് ടയറുകൾ ഉപയോഗിക്കുകയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും പഞ്ചറും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് തന്നെ പഞ്ചർ ഒട്ടിക്കാം. ഇതിൻ്റെ പഞ്ചർ കിറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, എങ്ങനെ പഞ്ചർ കിട്ടും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാമെന്നൊക്കെ ഉള്ളത്. ജസ്റ്റ് പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ട്യൂബ്ലെസ് അല്ല, ഇത് ട്യൂബാണ്. കാരണം എന്ന് വെച്ചാൽ ആ ടയർ തീർന്നപ്പോഴാണ് ഞാൻ ആ ട്യൂബ്ലെസ്സിലേക്ക് മാറ്റിയത്. അതുപോലെ തന്നെ ഈ ടയർ ഇപ്പോൾ ഏകദേശം തീരാറായി. ഇപ്പോൾ ആ ടയർ മാറിയത് ഏകദേശം ഒരു 25,000 കിലോമീറ്റർ ബാക്കിലത്തെ ടയർ ഓടി. അതായത് ഇപ്പം ടോട്ടൽ വണ്ടി 31,000 അടുത്ത് ഓടിയിട്ടുണ്ട്. അപ്പം ഇതൊരു അവർ പറഞ്ഞേക്കണ ഒരു 40-45 ഓടുമെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒത്തിരി പേര് ചോദിച്ചാണ് വണ്ടിയുടെ ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ. അതിൻ്റെയൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒത്തിരി പേര് ചോദിച്ചു ബ്രേക്കിങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാവുന്നു. അപ്പോൾ അത് ചോദിച്ച കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ബ്ലോഗിങ്ങിലും അത് വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലേ മറക്കാതെ ഡിസ്ലൈക്ക് ചെയ്യുക. ആർക്കെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ അണേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയും കാണാം. ബൈ ബൈ.